പ്രിയമുള്ളവരെ, വളരെ സീരിയസ് ആയിട്ടൊരു ടോപ്പിക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഡു അവർ ചിൽഡ്രൻ നീഡ് അപ്രീസിയേഷൻ ഫോർ ദെയർ മാർക്സ് ഇൻ എക്സാം? അതാണ് എൻ്റെ ടോപ്പിക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ട്, പൊതുവെ പറയാറുണ്ട്. ശരിയാണ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയോ? ഈവൻ ഒരു കുട്ടി ഒരു മാർക്കാണ് ഒരു പരീക്ഷയിൽ, ഒരു എക്സാമിന് ഒരു മാർക്കാണ് അതിന് കിട്ടിയെങ്കിൽ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും. കാരണം ആ ടീച്ചർ, അത് ഏത് സബ്ജക്റ്റിനാണ് ആ കുട്ടിക്ക് അങ്ങനെ കിട്ടിയെങ്കിലും ആ ടീച്ചർ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ആ കുട്ടിക്ക് ഒരു മാർക്ക് കിട്ടി എന്നുള്ളത്. ദർ മേ ബി എ സിറ്റുവേഷൻ, അല്ലേ? എല്ലാവരുടെയും വീടുകളിലെ അവസ്ഥ ഒരേപോലെ ആകണമെന്നില്ല. സാഹചര്യങ്ങളുണ്ട്, പല വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. കുട്ടിയോട് ചോദിക്കാം, കുട്ടിയുടെ പേരൻറ്റിനോട് ചോദിക്കാം. ആ ഒരു മാർക്ക് കിട്ടിയത് വേണം വലിയ കാര്യമായിരിക്കും. അല്ലാതെ ഒരു ടീച്ചറിനെ കളിയാക്കാനായിട്ട് ആ കുട്ടി ഒരു മാർക്കും പർപ്പസ്ഫുള്ളി മേടിച്ചതാവില്ല. എന്തോ കാരണം ഉണ്ടായിരുന്നു കാണാം. അതേപോലെ തന്നെ ഫുൾ മാർക്ക് മേടിച്ച ഒരു കുട്ടിക്ക് അല്ലാതെ തന്നെ എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രൊജക്റ്റാണ് എന്ന് ഞാൻ പറയും. കാരണം ഓരോ കുട്ടിക്കും പ്രോഗ്രസ് ഉണ്ട്. അത് സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു പങ്കും ഈ അധ്യാപകർക്കുണ്ട്. കാര്യം അതിനെ നിങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് അതിൻ്റെ മാർക്ക് അങ്ങനെ നിന്നു പോയത്. ആ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പം സ്പെഷ്യലി ആരെയും മൈൻഡ് കണ്ടിട്ടല്ല ഞാനിത് പറയുന്നത്. പൊതുവെ ഇപ്പം സ്കൂളുകളിൽ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലയിടത്ത് പരീക്ഷകൾ കഴിഞ്ഞു, മാർക്സൊക്കെ കിട്ടിത്തുടങ്ങി. പക്ഷേ ഈ അപ്രീസിയേഷൻ ഈ ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് സ്കൂളുകാർ സൈലൻ്റ് ആവുകയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് മാത്രം അപ്രീസിയേഷൻ പോകുന്നു. എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊന്നും അങ്ങോട്ട് പഠിക്കാൻ ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിലിരുന്നാൽ പോരെ? വല്ല ഓപ്പൺ സ്കൂളിൽ വല്ല അഡ്മിഷൻ എടുത്താൽ പോരായിരുന്നോ? ഓക്കെ, അപ്പം നമ്മളൊരു സ്കൂളിൽ ഇതുപോലെ ഒരു റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പങ്കെടുക്കുമ്പോൾ, കുട്ടികൾ അതിൽ ഭാഗമാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് ഒരേ രീതിയിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളെ ഇൻഡിവിജ്വലായി കാണാതെ പഠിക്കുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടെടുത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ നോക്കുക. പഠനത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളെ ഒരേ രീതിയിൽ കാണുക, അവിടെ പക്ഷാഭേദം കാണിക്കാതിരിക്കുക.